ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആദ്യമായി തന്നെ എൻ്റെ പൊന്നീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നിമിഷ ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്നാണ്. എൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് പള്ളിയാണ്. മുതൂർ എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 17 അത് എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് OET എഴുതുന്ന സമയത്താണ് ഈ ഉടമ്പടിയെ പറ്റി എൻ്റെ ഒരു അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറയുന്നത്, മോളെ നീ എക്സാം എഴുതുന്നതിന് മുമ്പ് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അപ്പം നിനക്ക് ഉറപ്പായിട്ടും അതിനകത്ത് വിജയം കിട്ടും എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കൃപാസനത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്നാ അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് കൃത്യമായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ അത് അത്ര ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കി ഞാൻ നോക്കി എങ്ങനെ എന്നാ കൃപാസനം അവിടെ എന്നാ കാര്യങ്ങൾ നടക്കുന്നതെന്നെല്ലാം ഞാൻ നോക്കി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇതൊക്കെയാണ് ഫോളോ ചെയ്ത് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ അപ്പം ഞാൻ ആ സമയത്ത് OET എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എക്സാമിന് ഞാൻ ഫെയിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ജനുവരിയിലാണ് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പം എനിക്ക് OETക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടണം. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഓരോരോ ജോലിക്ക്. എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും വിദേശത്താണ്, നല്ല സാലറിയും അങ്ങനെ. അപ്പോൾ അവരൊക്കെ OET എഴുതിയും അല്ലാതെ എക്സാം എഴുതിയും നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാനും മാതാവിനോടും ഈശോയോടും പറഞ്ഞു, എന്നെ ഈശോയുടെ ഹിതം എന്നാണോ അത് മാത്രം എനിക്ക് നിറവേറിയാൽ മതി എൻ്റെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ എവിടെ ജോലി ചെയ്യണം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു അറിവില്ല, ഏത് എക്സാം എഴുതണമെന്ന്. അതുമല്ല, എനിക്ക് എക്സാം എഴുതുമ്പോൾ ഞാൻ ഗവൺമെൻറ് എക്സാമൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഞാനാണ് പറയാൻ മറന്നുപോയി, ഞാൻ ബേസിക്കലി BSc നേഴ്സാണ്. അപ്പം ഗവൺമെൻറ് എക്സാമൊക്കെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അന്നേരം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ല എക്സാം എഴുതണമെങ്കിൽ. എന്ത് കാര്യങ്ങളും പഠിച്ചാലും അത് മറന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ഒരു രീതിയിലും, പക്ഷേ ചെറുതിലേക്ക് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാണ് മനസ്സിലായി ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എനിക്കെന്ന്. കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈശോയോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഈശോയെ എക്സാം ഒന്നും ഇല്ലാതെ എനിക്കൊരു ജോലി കിട്ടുമോ? അതുപോലെ തന്നെ ചിലർ ഇസ്രയേലിന് പോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സർവീസ് ചാർജ് നന്നായിട്ടുണ്ട്. അപ്പോൾ അത്രയും പൈസ എടുക്കാനുള്ളൊരു സ്ഥിതിയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എക്സാം ഇല്ലാണ്ട് സർവീസ് ചാർജൊക്കെ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് പൊട്ടത്തരാ പറയുന്നത്, ഈ കാലത്ത് അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. മുംബൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈനിൽ പുതുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറയാ, നിമിഷ നിനക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഇറാഖിൽ നിന്നൊരു വേക്കൻസി വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, അവിടുത്തെ HR ആണ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ തട്ടിപ്പായിരിക്കും, അതിനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അവർ ഒന്ന് സീരിയസ് ആയിട്ടാണ് CV അയച്ചു തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അവർ പറഞ്ഞു, എക്സാം ഇല്ല, സർവീസ് ചാർജ് ഒന്നുമില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, പോകാൻ താല്പര്യമുണ്ടോ? ഇറാഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാകും കേൾക്കുമ്പോൾ, അതുകൊണ്ട് വീട്ടുകാരോടൊക്കെ സംസാരിക്കാം ആദ്യം, അവർ പറയുന്നതനുസരിച്ച് പിന്നെ മാറ്റാനില്ല എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരോടും, കാരണം എവിടെയെങ്കിലും ഒന്ന് പോയി എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ വീട്ടുകാരെ രക്ഷിക്കണം, എല്ലാവരെയും പോലെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അപ്പം വീട്ടുകാരോട് ചോദിക്കാനൊന്നും നിന്നില്ല, അവർ സമ്മതിക്കുക, അവരെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഓർത്ത് ഓക്കെ പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സിങ്ങെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് 24 hour റിസൈൻ ഇടേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ് അന്നേരവും. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അപ്പം ഇത് മാതാവ് തന്നെ തരുന്നതാണോ എന്ന് അങ്ങനെ ഒരു മനസ്സിൽ ഡൗട്ട് അടിച്ചു. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒത്തിരി പരീക്ഷണങ്ങൾ നമുക്ക് നേരിടുമെന്ന് പറയുമല്ലോ. എങ്ങനെയാണെങ്കിലും അത് പോകാൻ ലാസ്റ്റ് മുംബൈയിലായിരുന്നു ഫ്ലൈറ്റ്, കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു. അവിടെ വരെ മുംബൈ വരെ ഞാൻ എത്തി കൊച്ചിയിൽ നിന്ന്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത്
അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് ആ പാസ്പോർട്ടിൻ്റെ പ്രശ്നം കണ്ടെത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു. 6 മന്ത് കറക്റ്റ് വേണമായിരുന്നു വാലിഡിറ്റി അങ്ങോട്ട് പോകണമെങ്കിൽ. എനിക്ക് വാലിഡിറ്റി കഴിയാറായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് മാതാവ് മനഃപൂർവ്വം കാണിച്ചു തരാത്തതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവർ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 7 പേരും കയറിപ്പോയി, ഞാൻ മാത്രം ബാക്കിയായി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിട്ടില്ല ഒരിക്കലും. എനിക്കറിയാം എൻ്റെ ഈശോ എനിക്ക് എന്നാലും ചെയ്തു തരും, എന്നെ അങ്ങനെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ പ്രാർത്ഥനയോ ഞാൻ ഈശോ തള്ളിപ്പറയോ ഒന്നും ചെയ്തില്ല. ഇത് ഈശോ തന്ന ഒരു സഹനമാണ്, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നാട്ടുകാരുടെയൊക്കെ മുന്നിൽ നാണം കിട്ടും ഒത്തിരി. എല്ലാവരും ചോദിച്ചു, നീ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ പോകുമോ, ഇറാഖിലേക്ക് ആരെങ്കിലും പോവോ, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പ് തീരുമാനിച്ചു, ഞാൻ എന്നാളിലും വന്നിട്ട് ഉടമ്പടി പുതുക്കും, തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് എടുക്കും. എനിക്ക് മാതാവ് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അന്നേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. മാർച്ച് 11, 2026 പിന്നെ ഞാൻ എടുത്തത്. ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഇനി ഇത്ര പെട്ടെന്ന് മാതാവ് എവിടെ നിന്ന് എനിക്ക് ആക്കി തരും. അപ്പോൾ എൻ്റെ കൂടെ പോകാനിരിക്കുന്നവരെല്ലാം പോയവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട ആകും എന്നൊക്കെ ഉള്ളതിൽ. പക്ഷേ നമുക്കന്നേരം ഈശോയും മാതാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈശോ ഒന്ന് സഹായിക്കുമല്ലോ. നമ്മുടെ ഫ്രണ്ട്സിലൂടെയാണ് എനിക്ക് എൻ്റെ ഈശോ എന്നെ സഹായിച്ചത് ഒത്തിരി. എനിക്ക് പോകാതിരുമ്പോൾ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും അവരിലൂടെ ഈശോ എന്നെ പൊന്നുപോലെ എൻ്റെ ഉള്ളം കയ്യിൽ ഈശോ എന്നെ നോക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. ശരിയാണ്, സഹനങ്ങൾ കുറച്ച് വന്നു, അത് എനിക്ക് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് എൻ്റെ ഈശോ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ അവരുടെ ഒരു വലിയ കമ്പനിയാണ് അത്, GST എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി എനിക്ക് ഓഫർ ചെയ്തേക്കുന്നത് ഇനി അടുത്ത ലിബിയയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് ഒരു 15 ഡേയ്സിനുള്ളിൽ എല്ലാം നടന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള അവിടെ അക്കോമഡേഷൻ ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും ആരും വിചാരിക്കാത്ത രീതിയിലാണ്. കാരണം എക്സാം ഇല്ല, സർവീസ് ചാർജ് ഇല്ല, ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയാണ് ഞങ്ങൾക്ക് അവിടെ തരുന്നത് അവർ. ഇപ്പം ഞാൻ ലിബിയയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇന്ന് 8 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുള്ളൂ എന്ന്. അങ്ങനെയാണ് എനിക്ക് ഇപ്പം ഞാൻ വന്നിവിടെ സാക്ഷ്യം വന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മാതാവ് ഈശോയെ എനിക്ക് തന്നേക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകാനിരുന്നത് അങ്ങോട്ടാണെങ്കിൽ ആ സ്ഥലത്തേക്കാളും നല്ല സ്ഥലവും നല്ല ഫെസിലിറ്റിയാണ് എനിക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കും, ഓരോ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഈശോ നമ്മളെ കൈവിട്ടു എന്ന്. അങ്ങനെയല്ല, ഈശോ നമ്മളെ അതിലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ ഒരുക്കുന്നതാണ് നമ്മളെ. അപ്പോൾ ആ ചെറിയ സഹനത്തിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് അതിലും വലിയ നല്ല കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഈശോ നമ്മളെ അത്രമാത്രം എന്താ പറയുക ചേർത്ത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സഹനത്തിൻ്റെ സമയത്ത് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി. കൃത്യം 3 മാസം 90 ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സാക്ഷി ഇവിടെ വന്ന് പറയാൻ പറ്റി. ഞാനിന്ന് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനാഥാലയം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് രോഗികളോട് സംസാരിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവിടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ച് കൊടുക്കൽ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റുന്ന പോലെ തന്നെ ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് അതെല്ലാം നടത്തുന്ന ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സെഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആകെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മെഡിസിൻസ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് അസുഖങ്ങളെല്ലാം ഒന്ന് ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു മെഡിസിനും ഇല്ലാണ്ട് എൻ്റെ മാതാവ് അസുഖം എന്നെ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു അലമ്പാറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നേർച്ച വസ്തു ഉപയോഗിക്കുന്ന പരിശുദ്ധ തൈലം ഉപയോഗിക്കുന്നതിൻ്റെ കയ്യിലാണ്. അത് വളർന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അത് പോകുന്നില്ലായിരുന്നു. ആ സമയത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പൊഴിഞ്ഞു പോകുന്ന പോലെ പോവുക ചെയ്തേ. ചെറിയ പാട് മാത്രമേ ഉള്ളൂ.
പിന്നെ നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ കുഞ്ഞിനൊക്കെ വന്നാലും നമുക്ക് വന്നാലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നേർച്ച വസ്തുവാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുഞ്ഞിന് വയറുവേദന വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് പറയും മമ്മി അത് നേർച്ച വസ്തു ഉപ്പ് താന്ന് പറയും. അങ്ങനെ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ആത്മീയമായിട്ട് വളർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കുമ്പസാരിക്കുന്നതൊക്കെ 2 വീക്കും ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റുമായിരുന്നു. ഞാൻ അവിടെ മുംബൈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പള്ളി പോകാനൊക്കെ മടിയുണ്ടായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. അപ്പം ഈ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഇന്ന് പോകണ്ട അങ്ങനെ പറയായിരുന്നു. അപ്പം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലൊന്നും പോകണമെന്നൊരു തീക്ഷ്ണത ഉണ്ടായി. അപ്പം സുഖമില്ലെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അതൊന്നും വകവയ്ക്കാണ്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ കുമ്പസാരം കറക്റ്റായിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് കുമ്പസാരിക്കുന്ന ഒരു ഹാബിറ്റ് തുടങ്ങി. അപ്പോൾ ചെറിയ പാവം ഉണ്ടെങ്കിലും നമുക്ക് കുർബാന സ്വീകരിക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കുമ്പസാരിക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയോടും അതുപോലെ തന്നെ കൊന്ത ചെല്ലുന്നതിനും എല്ലാത്തിനും ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ആയിരുന്നു. മുംബൈയിൽ നിന്നൊക്കെ പറഞ്ഞാൽ പോയിട്ട് പത്രം കൊടുക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ആദ്യം. കാരണം അവിടെ അവർ നമ്മളെ എങ്ങനെയും ഏത് രീതിയിൽ അവർ ആൻസർ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആദ്യം പത്രത്തെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ സമർപ്പിക്കും മാതാവിൻ്റെ അടുത്ത്. എന്നിലൂടെ അവർക്കൊരു ഈശോയെ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെ ഞങ്ങളുടെ കേരളത്തിലുള്ള പള്ളിയാണ്, അപ്പം ഇങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക, ഈശോയെപ്പറ്റി അറിയുക എന്നൊക്കെ അവരോട് പറയും. ഈശോ ആരാ, മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എല്ലാം പറഞ്ഞിട്ടാണ് അവരുടെ അടുത്ത് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ എനിക്ക് മധ്യസ്ഥം ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന, ഹാവേ മരിയ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. നിമിഷ എന്ന ഈ മകളുടെ എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നിമിഷ ഏറ്റുപറഞ്ഞത്. ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെയാണ് ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നതും അവിടുന്ന് എനിക്ക് വേണ്ടി എന്ത് നിശ്ചയിക്കുന്നു അത് പറയാനാണ് ഹബക്കൂക്ക് പ്രവാചകനെ പോലെ നിമിഷ കാത്തിരുന്നതെന്ന് പറയുന്നു. എക്സാം ഇല്ലാതെ എനിക്കൊരു ജോലി തരുമോ എന്ന് ഈശോയോട് വളരെ ആത്മാർത്ഥമായി ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി അവിടുന്ന് എനിക്കൊരു ജോലി തരണം. പരിശുദ്ധ അമ്മയോട് വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്തി ഈശോയോട് എൻ്റെ കാര്യമൊന്ന് പറയണം. 90 ദിവസത്തിന് മുൻപ് തന്നെ ഇന്ന് വൈകിട്ട് ലിബിയയിലേക്ക് പോകുന്ന വിസയും ടിക്കറ്റുമായിട്ടാണ് ഇന്ന് മകൾ അൾത്താരയിൽ നിൽക്കുന്നത്. അതിനിടയിൽ മകൾക്ക് ലഭിച്ച എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാനുള്ള കൃപ ലഭിച്ചുവെന്ന് മകൾ ഏറ്റുപറയുന്നു. ഈശോയുടെ സഹനങ്ങളോട് എൻ്റെ ചെറിയ നാണക്കേട്, എനിക്ക് വരുന്ന എന്നെ ഒറ്റപ്പെടുത്തിയത് എല്ലാം ഞാൻ ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ മറക്കാതെ കൃത്യമായ വിശ്വസ്തയോടെ അണുവിട തെറ്റാതെ ഉടമ്പടി പാലിച്ചതിൻ്റെ ഒരു വലിയ സമ്മാനമായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമാനമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന, ജോലിയില്ലാത്ത, സങ്കടങ്ങൾ അനുഭവിക്കുന്ന, അതുപോലെ വിസ പ്രോസസ്സിങ് നടക്കാത്ത, പലരും കാത്തിരിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിമിഷയ്ക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.